ഇവിടെ കോൺഗ്രസിന്റെ വാദം അത് നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക, വോട്ട് ചെയ്യുക, അത് ഓരോ പൗരന്റെയും ജനാധിപത്യപരമായ അവകാശമാണ്. പക്ഷേ 2020 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നോ വിനുവിന്റെ എന്നാണ് അറിയേണ്ടത്. കോൺഗ്രസ് നേതാക്കൾ 2020 വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു, പേര് വെട്ടി എന്ന് പറയുന്നു. ഇതിന്റെ ഒരു വസ്തുതയാണ് നമുക്ക് അറിയേണ്ടത്. കോഴിക്കോട്ടെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് VM വിനു. VM വിനുവിന്റെ വോട്ട് വെട്ടി എന്നാണ് കോൺഗ്രസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 VM വിനുവിന് വോട്ടുണ്ടായിരുന്നില്ല എന്നതാണ് രേഖകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 2 സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയ വിവാദങ്ങൾക്കിടെ കോഴിക്കോട് DCCയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. VM വിനുവും ബിന്ദു കമ്മനക്കണ്ടിയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. സിനോജ് തോമസ്, 2020 മലാപ്പറമ്പ് ഡിവിഷനിൽ എവിടെ നിന്നാണ്, ഏത് അഡ്രസ്സിലാണ് VM വിനു വോട്ട് ചെയ്തത്? സുജയ പാർവതി VM വിനു ഉണ്ട്. വിനുവേട്ടാ, നമ്മളെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്കൂളിൽ നിന്നാണ് വോട്ട് ചെയ്തത്. രാവിലെ പോയി വോട്ട് ചെയ്തു. ഇപ്പോൾ അയൽവാസികളുടെ പേരുകളുള്ള ലിസ്റ്റാണ് പുറത്ത് വന്നത്. അവരൊക്കെ തന്നെ വിനുവേട്ടൻ്റെ അയൽവാസികളാണ്. പക്ഷേ വിനുവേട്ടൻ്റെ പേര് അതിനകത്ത് ഇല്ലാത്തതാണ് വിനുവേട്ടൻ വോട്ട് ചെയ്തില്ല എന്ന് പറയാൻ ആരോപണം വരാൻ കാരണം. പക്ഷേ എനിക്കറിയില്ല, അത് എൻ്റെ ചുറ്റുമുള്ളവരുണ്ട്, 10-20 വർഷം ജീവിക്കുന്ന എൻ്റെ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യേണ്ടത് അതൊക്കെ ഒരു പ്ലേ ആണ്. നമ്മൾ പരാതി കൊടുക്കാൻ പോവാണ്. സുജയ പാർവതി, ഏതായാലും കോർപ്പറേഷൻ ഓഫീസിലേക്ക് VM വിനു ഒപ്പം തന്നെ DCC ഭാരവാഹികളൊക്കെ തന്നെ പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ കോഴിക്കോട് കോർപ്പറേഷനാണുള്ളത്. അവിടെ പോയി പരാതി കൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏതായാലും DCCയും VM വിനു ഉറപ്പിച്ച് പറയുന്നു 2020 അതായത് ഇതിന് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ VM വിനു വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതായത് അന്ന് രാവിലെ സിവിൽ സ്റ്റേഷന്റെ സമീപത്തുള്ള സ്കൂളിൽ പോയി വോട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അന്നത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച UDFന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജേഷൻ പറയുന്നു രാജേഷിനൊപ്പമാണ് VM വിനു പോയി വോട്ട് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ നിലവിൽ പുറത്തു വന്ന വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെ പേര് കാണാനില്ല. പക്ഷേ കോൺഗ്രസ് പറയുന്നു 2020 വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പോലും കാണാനില്ല. കോൺഗ്രസ് പാർട്ടിക്കാരുടെ കയ്യിലും ആ വോട്ടർ പട്ടികയില്ല, കോർപ്പറേഷന്റെ കയ്യിലാണ് വോട്ടർ പട്ടിക ഉള്ളത്. അങ്ങനെയെങ്കിൽ VM വിനുവിന്റെ പേര് എവിടെ പോയി? അത് മനഃപൂർവ്വം ആ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി മാറ്റിയതാകാം എന്നുള്ള ഒരു പരാതിയാണ്, രാഷ്ട്രീയമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതായത് VM വിനുവിന്റെയും കുടുംബത്തിന്റെയും ഭാര്യയുടെയും മകന്റെയും പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന കാര്യം ഇന്നലെ വൈകിട്ടാണ് പുറത്ത് വരുന്നത്. ഇന്നലെ പുറത്ത് വന്നപ്പോൾ തന്നെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു ഇത് പരാജയം ഭയന്നുകൊണ്ട് ചെയ്ത മനഃപൂർവ്വം ഈ വോട്ട് വെട്ടിമാറ്റിയതെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ CPM നേതാക്കളും പ്രത്യേകിച്ച് CPMന്റെ മേയർ സ്ഥാനാർത്ഥിയുമായി മുസാഫിർ അഹമ്മദ് പറഞ്ഞത് CPM ഒരു പരാതി വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി കൊടുത്തിട്ടില്ല. കാരണം ജൂൺ മാസം മുതൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനും അല്ലെങ്കിൽ വെട്ടിമാറ്റാനുള്ള അവസരമുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ VM വിനുവിന്റെയോ ഭാര്യയുടെയോ മകന്റെ വോട്ട് വെട്ടാൻ വേണ്ടി ആരും അപേക്ഷ നൽകിയിരുന്നില്ല, CPM പോലും അപേക്ഷ നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. ആ ഘട്ടത്തിലാണ് 2020 വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് പുറത്തേക്ക് വരുന്നത്. അതിൽ VM വിനുവിന്റെ അയൽവാസികളൊക്കെ തന്നെ 2020 മലാപ്പറമ്പ് ഡിവിഷനിലെ വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെ അഡ്രസ് വരേണ്ട ഭാഗം, ആ ബൂത്തിന്റെ ആ പേപ്പർ സിനോജ് നോക്കിയിരുന്നു? ഞാൻ നോക്കിയിരുന്നു. ആ ലിസ്റ്റിലാണ് VM വിനുവിന്റെ പേരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരോ ഇല്ലാത്തത്. ഇല്ല, VM വിനുവിന്റെ പേരില്ല. ആ കാര്യം തന്നെയാണ് നമ്മൾ നേരിട്ട് അവരോട് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടിയില്ല. ഞാൻ വോട്ട് ചെയ്തിരുന്നു, ആ ഉറപ്പ് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് VM വിനു പറഞ്ഞത്. സിനോജ്, പട്ടികയിൽ പേരില്ലാതെ 2020 VM വിനു വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം താമസിച്ച അഡ്രസ്സിൽ വരുന്ന ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും പട്ടികയിൽ ആ പേര് കാണാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്ന് 2020 അദ്ദേഹം ചെയ്തത് കള്ളവോട്ടാണ്. കാരണം പട്ടികയിൽ പേരില്ലല്ലോ. പേരില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആ വിലാസത്തിൽ, ആ ഡിവിഷനിൽ, ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുക? പക്ഷേ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ക്രമ നമ്പർ വായിക്കും. ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാരുണ്ടാവും. വോട്ടേഴ്സ് ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടാവും. പേര് VM വിനു ക്രമ നമ്പർ ഉച്ചത്തിൽ വായിക്കും. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് നോക്കി ടിക്കറ്റ് കയറ്റി മാത്രമേ അവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒബ്ജക്ഷൻ പറയും, ഇയാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോളിംഗ് ബൂത്തിൽ വെച്ച് പറയേണ്ടതാണ്. ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറെ സമ്മതിക്കുകയും ചെയ്തില്ല. പക്ഷേ VM വിനു ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു ഞാൻ വോട്ട് ചെയ്തിരുന്നു എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നു. ഈ 2020 വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം നോക്കിയെങ്കിലും മുഴുവനായിട്ട് ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പോലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് കാണാനില്ല എന്നാണ് DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ VM വിനുവും അന്നും അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജേഷും പറയുന്നു VM വിനുവിന് വോട്ടുണ്ടായിരുന്നു, വോട്ട് അവിടെ പോയി ചെയ്തിരുന്നു, താനാണ് ഒപ്പമുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലാണ് രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ വേണ്ടി നേതാക്കൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, DCC ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ജില്ലാ കളക്ടർക്ക് പരാതി പറഞ്ഞപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത് കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും
റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകുമെന്നാണ് ജില്ലാ കളക്ടർ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകാൻ വേണ്ടി പോകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ഈ VM വിനുവിന്റെ എപ്പിക് നമ്പർ, അതായത് വോട്ടേഴ്സ് ID കാർഡിന്റെ നമ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് ലിസ്റ്റിലായിരുന്നു പേരുണ്ടായിരുന്നത്, എത്ര കാലം വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് ഏതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ തർക്കങ്ങളുടെയോ വിവാദങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഏതായാലും അവിടെയുള്ള പ്രാദേശിക CPM നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് VM വിനുവിന് അന്ന് 2020 വോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെയാണ് ഈ ലിസ്റ്റ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ എന്റെ പേരുണ്ടായിരുന്നു, ഞാൻ വോട്ട് ചെയ്തതാണ് എന്ന് ഒരു മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പ്രൊവൈഡഡ് അദ്ദേഹം വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ആ ഡിവിഷനിൽ അദ്ദേഹം വോട്ട് ചെയ്തു എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹത്തിന്റെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടാവണം. അതൊക്കെ ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നേ. കാരണം നമുക്ക് വോട്ടർ പട്ടികയ്ക്കുള്ള ആ ഒരു യുണീക്ക് ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നമ്മുടെ വോട്ടർ IDക്കുള്ള ആ യുണീക്ക് നമ്പർ എന്ന് പറയുന്നത് അത് ആ ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് എവിടെയാണ്, ഏത് വോട്ടർ പട്ടികയുടെ ഭാഗമായിട്ട് ഏത് ഡിവിഷനിലാണ്, അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ്, ഏത് വാർഡിലാണ്, എവിടെയാണ് നിങ്ങൾ വോട്ട് ചെയ്തത് അവസാനമായി, അത് കണ്ടെത്താൻ എളുപ്പമാണ്. അത് നമ്മൾ കണ്ടെത്തും. ഈ കാര്യത്തിൽ നമുക്ക് വസ്തുതാ പരിശോധനയാകാം. എന്തായാലും VM വിനുവിന് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ആ വോട്ട് വെട്ടിയെങ്കിൽ അത് നീതി നിഷേധമാണ്. അതല്ല, അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ല, പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ അദ്ദേഹം പറയുന്നത് കള്ളമാണ്. ആ നേരത്തെ നമുക്ക് എന്തായാലും തേടിപ്പോകണം. ഇടവേള.